നമസ്കാരം, ന്യൂസ് ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴയിലെ വിവിധ ഘടകങ്ങൾ സംയുക്തമായി മാനുഷത എന്ന പേരിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലെവൽ അപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ഏകദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് നടത്തി. ME സംസ്ഥാന ട്രഷറർ OC മുഹമ്മദ് സലാഹുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വണ്ടാനം ബ്രാഞ്ച് സമ്മേളനം അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് AP ഗുരുലാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര അക്ഷരനഗരിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഓഫർ ലെറ്ററുകളുടെ വിതരണവും നടത്തി. ഇസ്ലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇസ്ലാം MLA നിർവഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. എന്നാലും നമ്മുടെ ചുറ്റുപാടും ഏത് പ്രദേശത്ത് നോക്കിയാലും ഇപ്പോൾ നമുക്ക് ഈ തൊഴിലാളിയെ കാണാൻ പറ്റും. അവരെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മലയാളികളായ മനുഷ്യരെ പോലെ നമ്മൾ നിഷ്കർഷിച്ചാൽ, അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിഷ്കർഷം മുന്നോട്ട് വെച്ചാൽ അത് പാലിക്കുന്നവരായിട്ട് പലപ്പോഴും അവരെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വലയത്തിനുള്ളിലേക്ക് അവരെ പെടുത്താൻ കഴിയുന്നില്ല, പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. ഇതിന്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നം ഇത് പകരാനുള്ളൊരു സാഹചര്യം വരും. പല തൊഴിലാളികളും ജീവിക്കുന്ന അവരുടെ സാഹചര്യം പോയി നോക്കിയാൽ നല്ലതുപോലെ കൊതുക് പടരുന്ന ഇടങ്ങൾ കാണാം. ഇപ്പോൾ ആലപ്പുഴ നമ്മുടെ ബൈപ്പാസ്, പിന്നെ പുതിയ ബൈപ്പാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ തൊഴിലാളികൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാവും. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ADM ആശ C എബ്രഹാം പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആനന്ദ് മോഹൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് S വിനോദ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എന്നിവർ സംസാരിച്ചു. RMO ഡോക്ടർ ആശ മോഹൻദാസ് മലേറിയ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നേരത്തെ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ റാലി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ P ബിനുക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴയിലെ വിവിധ ഘടകങ്ങൾ സംയുക്തമായി മാനുഷത എന്ന പേരിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴയുടെ വിവിധ ഘടകങ്ങൾ സംയുക്തമായി മാനുഷത എന്ന പേരിൽ മെഴുകുതിരി തെളിയിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങ് റിട്ടയർഡ് കേണൽ C വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ ഒരു കാരണമെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പല ജാതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മുടെ മാതൃഭൂമിയാണ് നമ്മുടെ അമ്മ എന്നുള്ള വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് ഇവിടെ ഏത് ജാതിയെ തമ്മിലടുപ്പിക്കാൻ നോക്കിയാലും നടക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ നാട് ഒത്തൊരുമയോട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ഒരു മീറ്റിംഗിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കോണറുകളിലും വില്ലേജുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആർമഡ് ഫോഴ്സിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക്, റിട്ടയർഡായ ആൾക്കാർക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ ഒരു വാക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 40 വർഷം സർവീസ് ചെയ്ത് 70 വയസ്സായ വ്യക്തിയാണ്. എന്നെ ഇപ്പം വിളിച്ചാൽ ഞാൻ പോകാനായിട്ട് തയ്യാറാണ്. G അനിൽകുമാർ, P അശോകൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, സുബ്രഹ്മണ്യ അയ്യർ, നസീർ സലാം, പ്രസ്റ്റി കുര്യാക്കോസ്, CA11, അനിൽ K അവിട്ടത്ത്, ജോയി ആന്റണി, ഷെബിൻ ഷാ, സജി ജോസഫ്, G ഹരികുമാർ, റിസാൻ നസീർ എന്നിവർ സംസാരിച്ചു. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലെവൽ അപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ഏകദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് നടത്തി. MA സംസ്ഥാന ട്രഷറർ OC മുഹമ്മദ് സലാഹുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് AR റസാഖ് ചടങ്ങിൽ അധ്യക്ഷനായി.
മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലെവലപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ഏകദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. MA സംസ്ഥാന ട്രഷറർ OC മുഹമ്മദ് സലാഹുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. നമ്മുടെ ഈ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ശ്രദ്ധ സ്വീകരിച്ചിട്ടുണ്ട്. MESന്റെ എല്ലാ സ്ഥാപനങ്ങളിലും സംഘടനയിലും ഒക്കെ അത് ചർച്ചയാവുകയും ചെയ്യും. അതിലൊക്കെ നമ്മുടെ പ്രസിഡന്റ് അതിൽ പറയുകയുണ്ടായി, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള ഏറ്റവും നാളെകളിൽ സംഘടനാ പ്രവർത്തനമുള്ള ആളുകളൊക്കെ നമുക്കറിയാം നിറഞ്ഞു നിൽക്കുന്ന MES. ആ നിറഞ്ഞു നിൽക്കുന്ന MES പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരാൻ പാടില്ല എന്ന് MES നിർത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ ഇന്നവരെ ഇത്ര കാലമായി മംഗലൂരു വിഷയം MESന്റെ ഒരു ക്യാമ്പസ് ഉണ്ടായിട്ടുണ്ട്. MES ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഖ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ മുഖ്യപ്രഭാഷണം നടത്തി. KM ലിയാഖത്ത് അലി ഖാൻ, നിസാം കണ്ണനല്ലൂർ, PK മുഹമ്മദ് ഷമീർ, നദീർ കടയറ എന്നിവർ സംസാരിച്ചു. MES ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ A. ഷാജഹാൻ ചടങ്ങിന് സ്വാഗതവും ജില്ലാ ട്രഷറർ ബഷീർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നടന്ന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പിൽ സിജി ട്രെയിനർ AP നിസാം വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. MES ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം 60-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വണ്ടാനം ബ്രാഞ്ച് സമ്മേളനം HSLMM ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് AP ഗുരുലാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വണ്ടാനം ബ്രാഞ്ച് സമ്മേളനം അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞോളെന്നുള്ള ആലോചിക്കേണ്ട കാര്യമാണ്. സമീപ സമയത്ത് കുറച്ചൊരു യൂണിറ്റിലേക്ക് ശക്തമായി നിങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കാലം പല കാലം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എത്രമാത്രമാണ് എങ്ങനെയെല്ലാമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. നമ്മുടെ ഏതൊരു പ്രശ്നവും നമ്മുടെ മുന്നിൽ തരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ആ കരുത്തുള്ള പ്രസ്ഥാനമാണ് CITU. അതെങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലെ പ്രശ്നങ്ങളാകുമ്പോൾ അതിലവിടെ അതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റി ഉണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ട്, യൂണിറ്റ് കമ്മിറ്റി ഉണ്ട്. ആ യൂണിറ്റ് കമ്മിറ്റിക്കുള്ളിൽ കമ്മിറ്റി മെമ്പർമാരുണ്ട്, അവിടെ ചർച്ച നടത്താം. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ലെക്ചർ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് AP ഗുരുലാൽ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി J. ജയകുമാർ, CPIM ഏരിയ കമ്മിറ്റി അംഗം C. ഷാംജി, യൂണിയൻ ജില്ലാ സെക്രട്ടറി P. ഷാജി മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റജീബ് അലി, ഉമ്മയമ്മ, യൂണിയൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കാസിം, ലതാ തമ്പി, G. സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK കബീർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പുന്നപ്ര അക്ഷര നഗരിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഓഫർ ലെറ്ററുകളുടെ വിതരണവും നടത്തി. HSLM പരിപാടിയുടെ ഉദ്ഘാടനവും ഓഫർ ലെറ്ററുകളുടെ വിതരണവും നടത്തി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കേപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുന്നപ്ര അക്ഷരനഗരിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഓഫർ ലെറ്ററുകളുടെ വിതരണവും നടത്തി. വിവിധ വിഭാഗങ്ങളിലെ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് ഓഫർ ലെറ്ററുകൾ കൈമാറിയത്. അമ്പലപ്പുഴ MLA HSLM ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർച്ചയായി 2ാം വർഷമാണ് വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടാൻ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിന് സാധിച്ചത്. ചരിത്രത്തിലാദ്യമായി ഈ വർഷം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി ലഭ്യമായി. കമ്പ്യൂട്ടർ സയൻസിൽ 35 പേർക്ക് വൻകിട കമ്പനികളിലും ജോലി ലഭിച്ചു. മെക്കാനിക്കൽ ഓഫറുകളോടെ 26 പേർക്കും, ഇലക്ട്രിക്കൽ 18 ഓഫറുകളോടെ 12 പേർക്കും, സിവിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളിൽ 10 പേർക്കും, ഡിപ്ലോമ വിഭാഗത്തിൽ 24 പേർക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടാനായി. ജീവിതമാണ് ലഹരി എന്ന പേരിൽ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ HSLM MLA വിതരണം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോബിൻ V. വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്ലേസ്മെന്റ് കോർഡിനേറ്റർ അനിത് കൃഷ്ണൻ, മെക്കാനിക്കൽ അസോസിയേഷൻ കോർഡിനേറ്റർ ഗിരിജ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KG ജയമോഹനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA HSLM നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഭാഗമായി
വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴയിലെ വിവിധ ഘടകങ്ങൾ സംയുക്തമായി മാനുഷത എന്ന പേരിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ ജില്ലാശുപത്രി ജംഗ്ഷനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലെവലപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ഏകദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് നടത്തി. MES സംസ്ഥാന ട്രഷറർ OC മുഹമ്മദ് സലാഹുദ്ദീൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വണ്ടാനം ബ്രാഞ്ച് സമ്മേളനം അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് AP ഗുരുലാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര അക്ഷരനഗരിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഓഫർ ലെറ്ററുകളുടെ വിതരണവും നടത്തി. ഇസ്ലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.